എല്ലാവർക്കും ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നോമ്പ് സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി 3 വലിയ ഉള്ളി, 2 തക്കാളി, 3-4 പച്ചമുളക്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കി അതിലേക്ക് നമ്മുടെ ഉള്ളിയെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുമല്ല നമ്മൾ ചെയ്യുന്നത്. ഒരു നമ്മുടെ ബിരിയാണിയുടെ മേളിലിടുന്ന ആ ഒരു പരുവമില്ലേ, അപ്പോൾ നമ്മൾ നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചെടുക്കും. അപ്പോൾ ഇത് നന്നായിട്ട് കിടന്നിട്ടൊന്ന് മൂക്കട്ടെ. നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ 4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുകയാണ്. പച്ചമണം ഒന്ന് മാറിയ ശേഷം നമുക്ക് തക്കാളിയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി വരെ ആഡ് ചെയ്ത് കഴിയുമ്പം നമ്മൾ ചെറിയ തീയിൽ അതിനെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ച് കഴിയുമ്പം ഇങ്ങനെ നല്ല മഷിയായിട്ട് നല്ല മിക്സായിട്ട് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ നമ്മുടെ ചിക്കനെ ആഡ് ചെയ്യാം. ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം ലേശം കുക്കായിട്ട് വരുന്നുണ്ട് നമ്മുടെ ചിക്കൻ. ഈ ഒരു പോയിന്റിൽ നമുക്ക് പൊട്ടറ്റോയും അതേപോലെ തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1.5 ഗ്ലാസ്സാണ് ചേർത്തിട്ടുള്ളത്. ഈ വെള്ളം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി. അത് ഇരുന്നിട്ട് നന്നായിട്ട് അതിൻ്റെ മസാലയൊക്കെ പറ്റി നല്ല കുക്കായിക്കോളും. ഇപ്പം ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കറി നല്ല റെഡിയായി സെറ്റായിട്ടുണ്ട്. അതിനെ കുറച്ച് മല്ലിയില വെച്ചിട്ട് ഗാർണിഷ് ചെയ്യുക. ഈ ഒരു നാടൻ കോഴിക്കറി, നോമ്പ് സ്പെഷ്യൽ നാടൻ കോഴിക്കറി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്പെഷ്യലി പൊറോട്ടയുടെ ഒക്കെ കൂടെ സൂപ്പറാണ്, ഒന്നും പറയാനില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്.